السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. കഴിഞ്ഞ ദിവസം നമ്മൾ 96 വരെ അല്ലെ 94, 95, 96 മൂന്നായത്തുകൾ കണ്ടു. ഇന്നും മൂന്നായത്തുണ്ട്, ചെറിയ ആയത്തുകളാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ആയത്തായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഈ ആഴ്ച 6 ആയത്തുകളാണ് എക്സാമിന് ഉണ്ടാവുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പം കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മെയിൻ ആയിട്ട് സംസാരിച്ചത് കഴിഞ്ഞ ദിവസത്തത് ബനി ഇസ്രായേലിന്റെ വേറെ ചില എക്സ്ക്യൂസസ് അല്ലെ, വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിലും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ വേറെ എക്സ്ക്യൂസ്, അതായത് സ്വർഗം അവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്ന് അവർ വാദമായിരുന്നു അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല ആ വാദത്തിന് വിമർശിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെ സ്വർഗം അവർക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ എന്നാ പിന്നെ അവർക്ക് എന്തുകൊണ്ട് മരണത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല, മരണത്തിന് വേണ്ടി അവർ ദുആ ചെയ്യുന്നില്ല, പിന്നെ ഇവിടെ കിടന്ന് അവർക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ അല്ലെ. എന്നാലോ അവരാണ് ജീവിതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാർ, അത്യാഗ്രഹമുള്ള ആളുകൾ. ഈവൻ മുശ്രിക്കുകളെക്കാളും, അതായത് പരലോകമുണ്ടെന്ന് ഒരു വിശ്വാസം പോലും ഇല്ലാത്ത ഈ ലോകവും ഇവിടുത്തെ ഒരൊറ്റ ജീവിതവും മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകളെക്കാളും ഇഹലോക ജീവിതത്തിന് ആഗ്രഹിക്കുന്നവരായിട്ട് അവരെ നമുക്ക് കാണാം അല്ലെ. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയേ ഇല്ല. കാരണം അവർക്കറിയാം അവരുടെ കൈകൾ ചെയ്തു വെച്ചത് എന്താണെന്ന്. അള്ളാഹ്ക്ക് എന്താണ് ദ്വാലിമുകളെ കുറിച്ച് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അവരെന്തൊക്കെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ അവർ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കില്ല. അവർക്ക് ജീവിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഇനി 1000 കൊല്ലം അവർ ജീവിച്ചെന്ന് വെച്ചാലും അല്ലെ, എത്ര തന്നെ അവർ ജീവിച്ചെന്ന് വെച്ചാലും അത് അവരുടെ മരണത്തിനെയോ അവരുടെ പണിഷ്മെന്റിനെയോ തടയാൻ, അവർക്ക് ശിക്ഷയോ തടയാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി പോലും തടയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം അല്ലാഹു അവരുടെ ഓരോ വാദങ്ങളെ ഇങ്ങനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള പോയിന്റ്സ് ഇങ്ങനെ കൊണ്ടുവരാം അല്ലെ. കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലായിട്ട് നമ്മളത് കാണാം. അവരോരോ നമ്പർ ഇറക്കി നോക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊക്കെ ഇങ്ങനെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ എന്താണ് വാദങ്ങൾ വെച്ചിട്ട് അല്ലെ, ലോജിക്കൽ ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് അല്ലാഹു അതിനൊക്കെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഓരോ ആയത്തിലും നമുക്ക് എന്താണ് പഠിക്കാൻ കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി 97-ാമത്തെ ആയത്ത്, قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. നബിയെ പറയുക, ഖുർആൻ എത്തിച്ചു തരുന്ന, അതായത് ജിബ്രീൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്. മുൻ വേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതും മുസദ്ദിഖൻ അല്ലെ, വിശ്വാസികൾക്ക് വഴി കാട്ടുന്നതും സന്തോഷ വാർത്ത നൽകുന്നതുമായിട്ടാണ് അത് അവതരിച്ചിട്ടുള്ളത്. വാക്കർത്ഥങ്ങൾ നോക്കാം. കുൽ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം അല്ലെ, നബിയെ പറയുക, മൻകാന ഹൂഎവർ ആരെങ്കിലും, ആരങ്ങനെ പറയുന്നവരായിരിക്കുന്നുവോ, ഓക്കെ, അദുവൻ ശത്രു, ഒരു ശത്രു, ലിജിബ്രീല ജിബ്രീലിന് ഒരു ശത്രുവായിട്ട്, ഫ ഇന്നഹു എന്നാൽ നിശ്ചയമായും അവൻ, ഇന്ന പ്ലസ് ഹു, ഓക്കെ, നസ്സലഹു എന്താണ് അവൻ അതിനെ അവതരിപ്പിച്ചു, നസ്സല എന്ന് വെച്ചാൽ അവൻ അവതരിപ്പിച്ചു, ഹു അതിനെ. ഇനിയിപ്പം ഈ ഒരു ദമീറിന്റെ അറ്റാച്ച്മെന്റ് ഒന്നും സെപ്പറേറ്റ് എടുത്ത് ഞാൻ പറയാൻ നിൽക്കൂല. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക, അവസാനം ഒരു ഹൂ ഉണ്ട്, അതെന്തിനാ ഉദ്ദേശിക്കുന്നത്, അതാണോ, അവയാണോ, അവരാണോ അല്ലെ, നീയാണോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയൊന്നും വേണ്ട. ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. നസലഹു അവൻ അതിനെ അവതരിപ്പിച്ചു, അലാ ഖൽബിക അലാ മേൽ, ഖൽബ് നിന്റെ, ഖൽബ് ഹൃദയം, നിന്റെ അല്ലെ, അലാ ഖൽബിക നിന്റെ ഹൃദയത്തിന്റെ മേൽ, ബി ഇദ്നില്ലാഹി ബി എന്ത് കൊണ്ട് അല്ലെങ്കിൽ അനുസരിച്ച്, വിത്ത് എന്ന് പറയുന്ന പോലെ, ഇതിന് അനുമതി അല്ലെ, അള്ളാഹുവിന്റെ കൽപ്പന, ബി ഇദ്നില്ലാഹി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പെർമിഷനോട് കൂടി, മുസദ്ദിഖൻ ശരിവെക്കുന്നതായി. മുസദ്ദിഖൻ എന്നുള്ള വാക്ക് നമ്മൾ കുറെ പ്രാവശ്യമായി കാണുന്നു അല്ലെ. ലിമ ബൈന യദൈഹി അതിന്റെ മുൻപ് ഉള്ളതിനെ, ഓക്കെ, വഹുദൻ മാർഗദർശനമായും, വ ബുഷ്റ സന്തോഷ വാർത്തയായും, ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്. ഓക്കെ,
നമുക്ക് തഫ്സീർ നോക്കാം ഈ ഒരു ആയത്തിന്റെ. ഖുൽ പറയുക, നീ അവരോട് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, മൻ കാന അദുവൻ ലി ജിബ്രീൽ, ആര് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒരു ശത്രുവാവുന്നുവോ, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹി, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്, അവൻ അതായത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി നിന്റെ ഹൃദയത്തിന്റെ മേൽ എന്താ ഇറക്കിയത്, ഖുർആൻ, ബിഇദ്നില്ലാഹി, അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടി. അപ്പം അവരുടെ അടുത്ത് പറയാ എന്താണ്, ആരാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ശത്രുവായിട്ട് കാണുന്നുവോ അവരോട് പറയാം, ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്റെ ഹൃദയം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ മേലെ ഖുർആൻ ഇറക്കിയത് എങ്ങനെയാണ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുമതിയോട് കൂടിയാണ്. എന്തുകൊണ്ടായിരിക്കും ഇത് പറയുന്നത്? ബനി ഇസ്രായേലിന്റെ വേറൊരു എക്സ്ക്യൂസ് ആണത്. നമ്മളിങ്ങനെ അവരുടെ ഓരോ എക്സ്ക്യൂസസ് അള്ളാഹു ഇങ്ങനെ കട്ട് ചെയ്ത് പോണത് നമ്മൾ കാണാണ് അല്ലെ. അപ്പം ബനി ഇസ്രായേൽ പറഞ്ഞ വേറൊരു എക്സ്ക്യൂസ് ആയിരുന്നു അത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കും, ആരാണ് നിനക്ക് വഹി കൊണ്ടുവന്ന് തരുന്നത്, ഏത് മലക്കാണ് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം അല്ലെ, ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് വഹീന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള മലക്കെന്ന് പറയുന്നത്. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് പറയുമ്പോൾ അവർ പറയും, ഓ ജിബ്രീലാണോ, എന്നാ പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അവരുടെ അടുത്ത എക്സ്ക്യൂസ് ആണ് അതല്ലേ. ഓരോ എക്സ്ക്യൂസസ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, വിശ്വസിക്കാതിരിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ. അപ്പൊ ജിബ്രീലാണോ, എന്നാ ഞങ്ങൾ അനുസരിക്കുന്നില്ല. എന്തുകൊണ്ടാ, ജിബ്രീലാണ് മുമ്പ് ഞങ്ങളുടെ മേല് ശിക്ഷകൾ കൊണ്ടുവന്നിരുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല പല പ്രവാചകന്മാരെ അല്ലെ, ഓരോ ജനതയ്ക്കും മാർഗദർശനത്തിന് വേണ്ടി പല പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ജനതയും അവരവരുടെ അനുസരണക്കേടില് വാശി പിടിച്ച് തുടരുമ്പോൾ അല്ലെ, അവരവരുടെ പ്രവാചകന്മാരെ എതിർക്കുമ്പോൾ അള്ളാഹു അയച്ച മാർഗദർശനത്തിന് ഒരു തുള്ളി പോലും വാല്യൂ കൽപ്പിക്കാണ്ട് ഓരോ പ്രവാചകന്മാരും അവരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന മെസ്സേജസിന് മൈൻഡ് ചെയ്യാണ്ട് അവരുടെ ദുർവാശികളിലും അനുസരണക്കേടിലും അഹങ്കാരത്തിലും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം എന്താ സംഭവിക്കുക, അവർക്ക് ശിക്ഷ വരും അല്ലെ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനത, ആദ് സമൂഹം, സമൂദ് സമൂഹം അല്ലെ, ഈ പറഞ്ഞ എല്ലാ ജനതകളുടെ മേലും ശിക്ഷകൾ ഇറങ്ങിയിട്ടുണ്ട്. ആരെ ശിക്ഷകൾ കൊണ്ടുവന്നത്, ജിബ്രീൽ അലൈഹി ഇസ്ലാം ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയ്ക്ക് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു പട്ടണത്തിനെ തന്നെ എടുത്ത് തലകീഴ വെക്കായിരുന്നു അല്ലെ, ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്, ഓരോ ജനതയും എങ്ങനെയാണ് ഇല്ലാതാക്കിയതെന്ന്. അപ്പൊ ബനി ഇസ്രായേൽ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഓ നിനക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം ആണോ വഹി കൊണ്ടുവന്നത്, നിനക്കറിയാലോ ഞങ്ങള് ജിബ്രീലുമായിട്ട് അത്ര നല്ല ടേംസിലല്ല. കാരണം ഞങ്ങളെ മുമ്പുള്ള എല്ലാ ജനതയുടെ മുകളിലും പണിഷ്മെന്റ് കൊണ്ടുവന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. അപ്പം ജിബ്രീലാണ് നിനക്ക് വഹി കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ അവനുമായിട്ട് സെറ്റ് അല്ല. സുബ്ഹാനല്ലാഹ് അല്ലെ, ജിബ്രീൽ അലൈഹി ഇസ്ലാമായിട്ട് ഞങ്ങൾ നല്ല ടേംസിലല്ല, അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു വഹി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഒരു സെൻസും ഇല്ലാത്ത കാര്യമാണ് അല്ലെ. നമ്മൾ ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു നല്ല കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും, ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന മുത്തക്കിങ്ങളായ കുറെ ആൾക്കാരുണ്ട്, വലിയ വയലൊക്കെ പറഞ്ഞാലേ ഒരുപാട് പള്ളികളിലും അവിടെ ഇവിടെയൊക്കെ പോയി ക്ലാസ്സും ഒക്കെ എടുത്ത്, എന്നിട്ട് അവരെന്നെ ചെയ്തു കൂട്ടുന്ന ഫസാദ് എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് പോവുകയേ ചെയ്യാത്തത്. നമ്മൾ ഇത്രക്ക് ദീനം മതി, നമുക്ക് വല്ലാണ്ട് പഠിപ്പും ഇതൊന്നും വേണ്ട അല്ലെ, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാണ്ട് ഒരു എന്താ പറയാ ലോജിക് ഇല്ലാത്ത എക്സ്പ്ലനേഷൻ ആണ്. ആർക്കാ നഷ്ടം, ഈ ക്ലാസ് എടുക്കുന്നവർക്കോ അതോ അനുസരിക്കാത്തവർക്കോ? അപ്പം അതുപോലെ ഇവര് പറയാണ്, ജിബ്രീൽ അലൈഹി ഇസ്ലാം ആണോ നിനക്ക് വഹി കൊണ്ടുവന്നത്, ജിബ്രീലായിട്ട് ഞങ്ങൾ സെറ്റ് അല്ല, അതുകൊണ്ട് ജിബ്രീൽ കൊണ്ടുവന്ന വഹി ഞങ്ങൾക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്തുകൊണ്ടായിരിക്കും ഒരു ജനതയുടെ മേല് ശിക്ഷ അല്ലെങ്കിൽ വഹി കൊണ്ടുവരുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടില്ലേ. കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ്. അതുകൊണ്ട് ഒരാൾക്ക് ജിബ്രീലിനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ആരോടാണ് ഇഷ്ടക്കേട് കാണിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആലയോട്. അപ്പൊ അള്ളാഹു പറയാണ്, കുൽ നീ പറയേ, മൻ കാന ആര്, ഏതൊരുവനായിക്കോട്ടെ, അവൻ ആരായിക്കോട്ടെ, അദുവൻ ശത്രു ആണെങ്കിൽ അല്ലെ, അദുവ് ഐൻ ദാൽ വാവ്. അപ്പൊ ആർക്ക് ശത്രുവാണെങ്കിൽ, ലി ജിബ്രീല ജിബ്രീലിന്. അങ്ങനെ ആണെങ്കിൽ ആരെങ്കിലും ജിബ്രീലിന് ശത്രു ആണെങ്കിൽ അവന്റെ അടുത്ത് പറയേ, ഫ ഇന്നഹു നസ്സലഹു, നിശ്ചയമായും അവൻ അത് ഇറക്കി കൊണ്ടുവന്നു അല്ലെ, ജിബ്രീൽ അത് താഴേക്ക് കൊണ്ടുവന്നു. നസ്സല നൂൻസയിലാം, താഴേക്ക് കൊണ്ടുവരാം, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറക്കുക എന്നൊക്കെ. ഓക്കെ, അപ്പം ഖുർആനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം എങ്ങനെയാ കൊണ്ടുവന്നത്, അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിന്റെ മേൽ. എന്തിനു വേണ്ടിയിട്ട്, ബി ഇദ്നില്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം. ഇദ്ൻ ഹംസ ദാൽ നൂൻ, അള്ളാഹുവിന്റെ ഇതിനോട് കൂടി സമ്മതത്തോടു കൂടിയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം കൊണ്ടുവന്നത് അല്ലെ. അപ്പം ബനു ഇസ്രായേലിന്
സത്യം പറയുകയാണെങ്കിൽ അവർക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് അല്ലെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ കൊണ്ടുവന്നതും ഒരു പ്രശ്നമാണ്. അതാണ് അവരുടെ മെയിൻ പ്രശ്നം. എന്നിട്ട് അവർ അതിന് എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുകയാണ് ഇതൊക്കെ അല്ലെ. അവസാനത്തെ നബിയായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തതാണ് അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തത്. കാരണം അവർക്ക് വേണ്ടത് അവരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ആയിരുന്നു. അപ്പം അവര് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുത്ത് എന്താണ്, ജിബ്രീലാണോ വഹി കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് അവിടെ കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്കല്ലല്ലോ സത്യം പറയുകയാണെങ്കിൽ ജിബ്രീൽ കൊണ്ടുവന്നത്, നിനക്കാണ് അല്ലെ. അതാണ് അവരുടെ ഉള്ളിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അള്ളാഹു എന്താ അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ജിബ്രീലിനോടാണ് ദേഷ്യമെങ്കിൽ ജിബ്രീൽ അത് കൊടുത്തത് ഞാൻ കൊടുത്തിട്ടാണ്. സൂറത്ത് ഷൂറാല് 193-94 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നസ്സല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്താത്മാവ് റൂഹുൽ അമീൻ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. നസ്സല ബിഹി അതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. നസ്സല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിന്റെ മേൽ, ലിതകൂന മിനൽ മുൻദിരീൻ, നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. അപ്പൊ റൂഹുൽ അമീൻ വിശ്വസ്തനായ മെസ്സഞ്ചറാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലെ. അങ്ങേയറ്റം വിശ്വസ്തനായ മെസ്സഞ്ചറാണ്, മലക്കാണ് എന്ത് ഖുർആനും കൊണ്ട് താഴോട്ട് വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതേപടി അനുസരിക്കുന്ന മലക്കാണ്. അള്ളാഹുവിന്റെ അങ്ങേയറ്റം വിശ്വസ്തനായ, അള്ളാഹ് പറഞ്ഞത് മാത്രം ചെയ്യുന്ന മലക്ക് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഖുർആൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് കൊടുക്കാൻ പറഞ്ഞെങ്കിൽ ജിബ്രീൽ അതേ ചെയ്യുള്ളൂ. അള്ളാഹുവിനെ അനുസരിക്കാന്നുള്ളത് മാത്രം അതേ ജിബ്രീലിനെ അറിയുള്ളൂ. അപ്പൊ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻസിരീൻ. ഇവിടെ അള്ളാഹു എന്താ പറയുന്നത്, ഇത് ഷൂറയിലാണ് ആയത്തുകളാണ് പറഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു എന്താ പറയുന്നത്, ഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, അത് ജിബ്രീലിന്റെ തീരുമാനമായിരുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമായിരുന്നു. അപ്പം ഈ ഖുർആൻ എന്താന്ന് അള്ളാഹ് പറയുന്നത്, ഇറ്റ് ഇസ് മുസദ്ദിഖൻ അല്ലേ, അത് സത്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഈ മുസദ്ദിഖ് എന്ന് പറയുന്നത് കുറെ പ്രാവശ്യം കാണുന്നത് അല്ലേ. ഇതിനു മുമ്പ് ഉള്ളതിനൊക്കെ സത്യപ്പെടുത്തുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മുസദ്ദിഖ് ആണെന്ന് ഒരുപാട് പ്രാവശ്യമായി പറയുന്നത്. ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയണത്, നോക്ക് ഇത് പുതിയ സാധനമൊന്നും അല്ല, ഇത് ഞാൻ പുതിയതായിട്ടൊന്നും കൊടുത്തയച്ചതല്ല, ഇത് നിങ്ങളെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ്. സെയിം മെസ്സേജ് ആണ്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് അല്ലെ. നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളിലെ അതേ മെസ്സേജ് അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ മാത്രമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന ഒന്ന് മാത്രമാണ്. അപ്പം മുസദ്ദിഖൻ ലിമ ബൈന യദൈ, അതിന് മുമ്പുള്ളതിനെ ഒക്കെ എന്താണ് സത്യപ്പെടുന്നത്. അതിന് മുമ്പുള്ളത് അവരുടെ ഗ്രന്ഥങ്ങൾ അല്ലെ. ബൈന യദൈ എന്ന് വെച്ചാൽ രണ്ട് കൈകളുടെ ഇടയിലുള്ള, നമ്മൾ ഈ പ്രയോഗം മുമ്പും കണ്ടിട്ടുണ്ട്. ബൈന യദൈ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻ ഫ്രണ്ട് ഓഫ്, മുമ്പിലുള്ള, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ നേരെ ഫ്രണ്ടിലുള്ളത് എന്നാ പറയാ. അതുപോലെ ഒരർത്ഥം കൂടെ ഉള്ളത് മുൻപേ ഉള്ളത്. ഓക്കെ, മുൻപിലുള്ളത് ഡിഫറെന്റ്, അതായത് നമ്മളെ മുൻപിലുള്ളത്. ബൈന യദൈ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രണ്ട് കൈന്റെ ഇടയിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിലുള്ളത്. അതേപോലെ അതിനുള്ള വേറൊരു മീനിങ് ആണ് മുൻപേ ഉള്ളത്. ഇപ്പൊ ഖുർആന്റെ മുൻപേ വന്നത് എന്തോ, ഓക്കെ, നമുക്കറിയാം അവരുടെ ഗ്രന്ഥങ്ങൾ അല്ലെ, ഇൻജീലാവട്ടെ സബൂർ ആവട്ടെ, ഏത് ഗ്രന്ഥമാണെങ്കിലും. അപ്പം അവരുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളെ ഖുർആൻ കൺഫേം ചെയ്യുന്നു. മാത്രമല്ല ഖുർആൻ എന്താണ്, വഹുദൻ, അത് ഹിദായത്താണ്. ഹ ദാൽ യ, ഒരുപാട് പ്രാവശ്യം കണ്ട റൂട്ടാണ്. വ ബുഷ്റ, അത് എന്താണ്, സന്തോഷ വാർത്തയാണ്. ബ ഷീൻ റ, ആർക്ക്? ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. മുഅ്മിനീൻ മുഅ്മിന്റെ പ്ലൂറൽ ആണ്, മുഅ്മിനൂൻ അല്ലെങ്കിൽ മുഅ്മിനീൻ. ഖുർആൻ മുസദ്ദിഖാണ്, ഖുർആൻ ഹുദയാണ്, ഖുർആൻ ബുഷ്റയാണ്. മുസദ്ദിഖ് എന്ന് പറയുന്നത് അതിന്റെ മുമ്പേ വന്നതിനെ കൺഫേം ചെയ്യുന്ന, സത്യപ്പെടുത്തുന്ന. രണ്ട് ഹുദ അല്ലെ, ഹിദായത്താണ് ഖുർആൻ. എങ്ങനെയാണ്? ഖുർആൻ ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കണം അല്ലെ. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുക, എന്ത് ഗുണമാണ് ഉണ്ടാവുക അല്ലെ. അപ്പം നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് വഴി കാട്ടിയാണ് ഖുർആൻ. അപ്പൊ മുസദ്ദിഖാണ്, ഹുദയാണ്, പിന്നെ എന്താ, ബുഷ്റയാണ്. ബുഷ്റ എന്ന് വെച്ചാല് ഗുഡ് ന്യൂസ് അല്ലെ, നല്ല വാർത്ത അറിയിക്കുക. എന്തിന്റെ ഗുഡ് ന്യൂസ്? ആർക്കാണ് ഗുഡ് ന്യൂസ് അറിയിക്കുന്നത്? സത്യവിശ്വാസികൾക്ക് മാത്രം. അല്ലാത്തവർക്ക് അത് ഗുഡ് ന്യൂസ് ആവൂല ഖുർആൻ അല്ലെ. ഖുർആൻ എന്ത് ഗുഡ് ന്യൂസാ കൺവേ ചെയ്യുന്നത്? ഖുർആനിൽ നമുക്ക് പ്രതിഫലങ്ങളുടെ, സ്വർഗത്തിന്റെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ, അപ്പം ഒരുപാട് ഗുഡ് ന്യൂസ് ഉണ്ട് അല്ലെ. ഈ ഗുഡ് ന്യൂസ് ആക്ച്വലി ആർക്കാണ്? അത് അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഖുർആൻ വായിക്കാൻ പറ്റും, ഒരുപാട് ആൾക്കാർക്ക് അതിലെ അർത്ഥങ്ങൾ, ഏത് വാക്ക് ചോദിച്ചാലും അർത്ഥം പറയാൻ പറ്റും.
മനസ്സിലാക്കാൻ പറ്റും, ഈവൻ നല്ല ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഖുർആൻ അർത്ഥവത്തായിട്ട് തോന്നുന്നത്, ഖുർആൻ എന്താണ് സന്തോഷം കൊടുക്കുന്നത്, ഖുർആൻ ശരിയായ ഹിദായത്ത് കൊടുക്കുന്നത് ആർക്കാണ്? അതില് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ ഒരുപാട് ഖുർആനെ കുറിച്ച് മുമ്പ് പറഞ്ഞപ്പോഴൊക്കെ പറയുന്നു, ഹുദൻ ലിൽ മുത്തഖീനാണ് എന്താ ഖുർആൻ അല്ലെ. ഖുർആൻ മുത്തഖി ആയവർക്ക് എന്താണ് ഹിദായത്ത് കൊടുക്കുള്ളൂ. മുത്തഖീന്റെ ഫസ്റ്റ് ലക്ഷണം എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, വിശ്വസിക്കലാണ് അല്ലെ. അതുപോലെ നമ്മൾ മുമ്പ് വേറൊരു കാര്യത്തിൽ പറഞ്ഞ ഹുദൻ ലിന്നാസ് എന്ന് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഹുദനാണെന്ന്. അവിടെ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. ആ ഹിദായത്ത് എന്താണ്? ജസ്റ്റ് ഹിദായത്തുൽ ഇൽമിയാണ് അല്ലെ. അവർക്ക് ചിലപ്പോൾ ഖുർആനെ കുറിച്ച് എന്തൊക്കെയോ പറയാൻ പറ്റുമായിരിക്കും, ഖുർആന്റെ ഏത് ഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചാലും പറയാൻ പറ്റുമായിരിക്കും, അർത്ഥങ്ങൾ പറയാൻ പറ്റുമായിരിക്കും, അണ്ടർസ്റ്റാൻഡിങ് ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ഹിദായത്താവുന്നത്, അത് സന്തോഷമാവുന്നത്, സമാധാനമാവുന്നത്, വഴികാട്ടിയാവുന്നത്, മീനിങ് ഫുൾ ആവുന്നത്, ഓ ഇതിപ്പോ എന്താ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനേക്കാളും ഇതിനകത്ത് ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും ഭംഗിയുണ്ട്, ഓരോ അക്ഷരത്തിനും നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള രീതിയിൽ അത് ഖുർആൻ മീനിങ് ഫുൾ ആവുക ആർക്കാണ്? മുഅ്മിനീൻ, വിശ്വാസികൾക്കാണ്. അപ്പൊ നമ്മൾക്കത് ആവുന്നില്ല, ഖുർആൻ ഇത്തരത്തിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ആ ഒരു ബാനറിലേക്ക്, വിശ്വാസിയുടെ ബാനറിലേക്ക്, മുത്തഖിയുടെ ബാനറിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഖുർആന് കുഴപ്പമുണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയാണ് 97-ാമത്തെ ആയത്തിൽ. നമുക്ക് 98-ാമത്തെ ആയത്തിലേക്ക് പോവാം. മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബ്രീലിനോടും മീകായിലിനോടുമെല്ലാം ശത്രുതയാണെങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു. വാക്കർത്ഥം നോക്കാം. മൻകാന, നേരത്തെ പറഞ്ഞ പോലെ ആരായിക്കോട്ടെ, ആരെങ്കിലും ആണെങ്കിൽ, ആയിരുന്നെങ്കിൽ, അദുവൻ ഒരു ശത്രു, ലില്ലാഹി അള്ളാഹുവിന്, വ മലായിക്കത്തിഹി വ മലായിക്കത്ത് അല്ലെ, മലക്കിന്റെ പ്ലൂറലാണ് മലായിക്ക, മലായിക്കത്തി ഹി. ഓക്കെ, നമുക്കറിയാം ഹി ആവുന്നത് എപ്പോഴാണ്? അതിന്റെ തൊട്ട് മുമ്പുള്ള ലെറ്ററിന് ഹർക്കത്ത് കെസ്ര അല്ലെങ്കിൽ കെസ്ര മദ് ഉള്ളപ്പോ അല്ലെ. അപ്പൊ മലായിക്കത്തി ഹി അവന്റെ മലക്കുകളുടെയും, വറുസുലിഹി അവന്റെ പ്രവാചകന്മാർ, അവന്റെ നബിമാരുടെയും, റസൂലിന്റെ പ്ലൂറലാണ് റുസുൽ, നബിമാരുടെയും ശത്രു. ഓക്കെ, വ ജിബ്രീല ജിബ്രീലിന്റെയും, വ മീകായിലിന്റെയും, ഫ ഇന്നല്ലാഹ അപ്പോൾ നിശ്ചയമായും അള്ളാഹു അദുവുൻ ഒരു ശത്രുവാണ്, ലിൽ കാഫിരീൻ സത്യനിഷേധികളുടെ. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, മൻകാന ഏതൊരുവൻ, ഓക്കെ ആരായിക്കോട്ടെ, അദുവൻ ഒരു ശത്രു ആയിക്കോട്ടെ, ആർക്ക്? എന്താണ് ആർക്കാണ് ശത്രു ആവുന്നത്? ലില്ലാഹി അള്ളാഹുവിന്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിന് ശത്രു ആവാൻ പറ്റുക? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തില് അവിശ്വസിക്കുന്നവര്, അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്നവര്, അള്ളാഹുവിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുക, അള്ളാഹുവിന് വേണ്ട രീതിയിൽ ആദരവ് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാതിരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ എതിർക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ശത്രുവായിട്ട് നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എന്തെങ്കിലും ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലെ സത്യവിശ്വാസികളോട് നിങ്ങൾ കവർ ചെയ്യുക സ്വയം അല്ലെ. നിങ്ങൾ അള്ളാഹു പ്രത്യേകം റൂൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്. അത് നമ്മൾ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇല്ല എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊന്നും നടക്കാൻ പോണില്ല. ഇതെന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രതിരോധിക്കലാണ്, വിരോധിക്കലാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളോട് അനുസരണക്കേട് കാണിക്കലാണ്. അതെന്താണ്? അള്ളാഹുവിനോടുള്ള ശത്രുതയാണ്. അള്ളാഹുവിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കമാൻഡ്സിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ശത്രുതയാണ്. പിന്നെ അള്ളാഹുവിനോടുള്ള ശത്രുത എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂല. അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് അല്ലെ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ പറഞ്ഞ ഇബാദത്തുകളുണ്ട്. ഒരുപാട് രീതിയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഇബാദത്താണ്. ഞാനത് ചെയ്യൂല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അഹങ്കാരികളാവുമ്പോൾ അള്ളാഹുവിനോടുള്ള ശത്രുതയാണ് അള്ളാഹുവിനോടുള്ള ശത്രുത. അള്ളാഹുവിന് കീഴൊതുങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല, കീഴൊതുങ്ങൂല എന്ന് പറയുമ്പം അത് അള്ളാഹുവിനോടുള്ള ശത്രുതയാണ്. ഒരാൾക്ക്
അപ്പം നമ്മൾ പൊതുവേ അല്ലേ പലരും പറയുന്നത് കേൾക്കുന്നവരും അനുസരിക്കുന്നവരുമാണ്. നമുക്ക് അനുസരിക്കാതിരിക്കാനുള്ള ടെൻഡൻസി കൂടുതലും അവരോട് നമ്മളുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പുള്ളപ്പോഴാണ് അല്ലേ. അവർ നമ്മളോട് ഏതെങ്കിലും ഒരു രീതിയിൽ ചെറിയൊരു ശത്രുത അവരോടുള്ളപ്പോഴാണ് നമുക്ക് അവർ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞോട്ടെ, കാര്യം കണ്ട മൈൻഡാക്കണ്ട അല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ, നമുക്ക് വെറുപ്പുള്ളവരെ ആണ് നമ്മൾ അനുസരിക്കാതിരിക്കുക, കേൾക്കാതിരിക്കുക. അവരിനി എന്തെങ്കിലും ഗുണമുള്ളത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കൂല അല്ലേ, അവരെ നമ്മൾ ശ്രദ്ധിക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഗുണമില്ലാത്ത എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അള്ളാഹു പറയുന്നതൊക്കെയും നമുക്ക് അനുസരിക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ അള്ളാഹു പലതും പറയുമ്പോൾ നമ്മൾ ചിലതൊക്കെ അതൊന്നും വേണ്ട, അതൊന്നും നടക്കൂല, അത് ചെയ്യൂല എന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ എവിടെയെങ്കിലും പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള വെറുപ്പാണ്, ശത്രുതയാണ്, അള്ളാഹുവിന്റെ കലാമിനോടുള്ള വെറുപ്പാണ്. നമ്മൾ ചിലപ്പോൾ നമ്മളെ പാരൻസിനോട് തന്നെ അവർ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചെറിയൊരു വെറുപ്പ് അവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ ടോൺ, സംസാരിക്കുന്ന ടോൺ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ മുമ്പ് എന്തെങ്കിലും ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരിക്കും അവരോട് നമുക്കൊരു വെറുപ്പുണ്ടെങ്കിൽ, ഇനി ഇൻലോസ് ആയിക്കോട്ടെ അല്ലേ, ഭർത്താവിന്റെ വാപ്പ ഉമ്മ ആരെങ്കിലും അവർ പറയുമ്പം നമുക്ക് ഇനി അവർ ശരിയായ ഒരു കാര്യം, നമുക്ക് പ്രയോജനമുള്ള കാര്യം പറയുമ്പോൾ പോലും നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ലിസൺ ചെയ്യാതിരിക്കാറുണ്ട് അല്ലേ. ആ ഒരു വെറുപ്പ്, ചെറിയൊരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉള്ളപ്പോഴാണ് അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഭയങ്കര ഇഷ്ടം, ഭയങ്കര സ്നേഹമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അപ്പടി സ്വീകരിക്കും അല്ലേ. അപ്പം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള വെറുപ്പാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏതെങ്കിലും അനുസരിക്കൂല, അല്ലെങ്കിൽ അത് നടക്കൂല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ മനസ്സിൽ ചിലതുണ്ടാവും നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നമുക്ക് അവിടേക്ക് എത്താത്ത, നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുക അല്ലേ. അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ ഇല്ല, എന്നെ കൊണ്ട് അത് പറ്റൂല, ഞാൻ അത് ചെയ്യൂല എന്ന് നമ്മളെ ഉള്ളിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള ശത്രുതയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനോടുള്ള ശത്രുത ഏതൊക്കെ രീതിയിലാവാം? അള്ളാഹുവിന്റെ കൽപ്പനകളെ വിരോധിച്ചുകൊണ്ട്, ഓക്കെ, എന്നെ കൊണ്ട് അത് പറ്റൂല, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട്. രണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ അഹങ്കാരം കാണിച്ചുകൊണ്ട്. ചിലരെങ്കിലും പറയുന്ന കേൾക്കാറില്ലേ, എന്റെ സ്വഭാവമൊക്കെ നല്ല, ഞാൻ ആളുകളോട് ഭയങ്കര നല്ല ഡീലിംഗ്, നല്ല സംസാരം, പക്ഷെ നിസ്കരിക്കാൻ മാത്രം പറ്റൂല. അതിലിപ്പോ വലിയ കഥയൊന്നുമില്ല അല്ലെ. അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ? അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തോളണം എന്നില്ല, ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഭയങ്കര നല്ല ഡീലിങ്സ് ആണ്. അതൊക്കെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിലുള്ള അഹങ്കാരമാണ്, അള്ളാഹുവിനെ ശത്രുവാക്കാണ്. അപ്പം ആര് അള്ളാഹുവിന് ശത്രുവാകുന്നോ, മലായിക്കത്തിഹി, അവന്റെ മലക്കുകൾക്ക് ശത്രുവാകുന്നോ, ഇങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ മലക്കുകളോട് ശത്രുത കാണിക്കാൻ പറ്റുക. ഇപ്പം ബനി ഇസ്രായേൽ പറഞ്ഞ പോലത്തെയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ, അവർ പറഞ്ഞു ഇന്ന ഇന്ന മലക്ക് ഇന്ന കാര്യം ചെയ്തത് കൊണ്ട് നമുക്ക് താല്പര്യമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മലക്കുകളെ കുറിച്ച് പറയാ, അള്ളാഹുവിന്റെ മലക്കുകളോട് ശത്രുത ഉണ്ടായിരിക്കുക. റസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് ശത്രുത ഉണ്ടായിരിക്കുക. റസൂലുകളോട്, റസൂലിന്റെ പ്ലൂരലാണ് റസൂൽ. എങ്ങനെയാണ് റസൂലുകളോട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മെസ്സഞ്ചേഴ്സിനോട് നമുക്ക് ശത്രുത ഉണ്ടാവുക? അവരിൽ വിശ്വസിക്കാതിരിക്കുക, അവർ പറയുന്നത് അനുസരിക്കാതിരിക്കുക, അവരെ എതിർക്കുക, അവരെ ഉപദ്രവിക്കുക അല്ലെ. ബനി ഇസ്രായേൽ ചെയ്തത് ഇത് തന്നെയാണ്, നമ്മൾ ഇത്രയും നാൾ അതന്നെ കണ്ടുകൊണ്ടിരുന്നത് അല്ലെ. നമ്മളൊട്ടും മോശമൊന്നുമല്ല, നമ്മൾ ഭയങ്കര വർത്താനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹും കഴിഞ്ഞിട്ടേ ഒക്കെ ഉള്ളൂ, പക്ഷെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഒക്കെ ഉള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. ബനി ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? സമഅന വഅസൈന. സമഅന, ഞങ്ങൾ കേട്ടു, വഅസൈന, ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചു. ആക്ച്വലി എന്താ വേണ്ടത്? സമഅന വഅതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നാ പറയേണ്ടത്, ഞങ്ങൾ അനുസരിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവരെന്താ പറഞ്ഞത്? അസൈന. അതിന്റെ ഒരു കാരണവും പറഞ്ഞിരുന്നു അല്ലെ. ഫി ഖുലൂബിഹിമുൽ അജ്ല, അവരുടെ ഹൃദയങ്ങളിൽ അതങ്ങ് കുടിച്ചുപോയി ആ ഇജ്ലിനോടുള്ള ഇഷ്ടം. നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ട് പല ഇജ്ലുകളോടുമുള്ള ഇഷ്ടം, നമ്മുടെ നഫ്സിനോടുള്ള ഇഷ്ടം, നമ്മുടെ കംഫർട്ടിനോടുള്ള ഇഷ്ടം അല്ലെ. അതുകൊണ്ട് നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമാണ് സമഅന വഅസൈന, ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ അനുസരണക്കേടാ കാണിക്കുന്നേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരുടെ ബനി ഇസ്രായേൽ അവരുടെ പ്രവാചകന്മാരെ ഇപ്രകാരത്തിൽ എതിർത്തവരാണ്. ഇനി മലക്കുകളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ജിബ്രീലിനെ ഇഷ്ടമല്ല അല്ലെ. അത് അവര് പറഞ്ഞു, ജിബ്രീൽ കൊണ്ടുവന്നതാണെങ്കിൽ നമുക്ക് ഇത് വേണ്ട. പ്രവാചകന്മാരുടെ കാര്യം വരുമ്പോൾ നമ്മൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ സമയത്ത് കേട്ട ഒരു ആയത്തായിരുന്നു ലന്നു മിനലക ഹത്താ നറല്ലാഹ ജഹ്റ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കൂല അല്ലെ. മൂസ അലൈഹി ഇസ്ലാം തൗറാത്ത് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ വിശ്വസിക്കൂല ഹത്താ നറല്ലാഹ ജഹ്റ, അള്ളാഹുവിനെ നേരിട്ട് കാണുന്നവരെ നീ പറയുന്നൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല. അവര് പ്രവാചകന്മാരെ എതിർത്തു. ഫരീഖൻ കദ്ദബതു വഫരീഖൻ തഖ്തുലൂൻ അല്ലേ. ചില നബിമാരെ അവര് കളവാക്കി, ചില നബിമാരെ അവര് കൊന്നു കളഞ്ഞു. അപ്പം അവര് പ്രവാചകന്മാരോട്
ശത്രുതയുള്ളവരായിരുന്നു. അപ്പൊ ആര് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ മലായിക്കത്തിനോടും അള്ളാഹുവിന്റെ നബിമാരോടും ശത്രുത കാണിക്കുന്നുവോ, പിന്നെ ആരോടാ? വ ജിബ്രീല വ മീക്കാല, ജിബ്രീലിനോടും മീക്കായിലിനോടും. മീക്കായിലിന്റെ വേറൊരു പ്രൊനൗൺസിയേഷൻ ആണ് മീക്കാൽ. ഓക്കെ, അപ്പം ജിബ്രീലിനോടും മീക്കായിലിനോടും. അപ്പം ജിബ്രീലും മീക്കായിലും മലായിക്കത്താണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മൻ കാന അദുവൻ ലില്ലാഹി വ മലായികതിഹി, അള്ളാഹുവിന്റെ മലക്കുകളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും റസുലിഹി കഴിഞ്ഞിട്ട് ജിബ്രീല വ മീക്കാല, ജിബ്രീലിനെയും മീക്കാലിനെയും എടുത്ത് പറയാണ് അല്ലെ. അപ്പം എന്തിനാണ് ഇവരെ രണ്ടുപേരെയും സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയുന്നത്? ഒന്നാമത്, ഇത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഭയങ്കര റെലവെന്റ് ആണ്, ജിബ്രീൽ അലൈഹി ഇസ്ലാമും മീക്കായിൽ അലൈഹി ഇസ്ലാമും. പ്ലസ് അവരുടെ രണ്ടുപേരുടെയും ഹൈ സ്റ്റേറ്റസ് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. മറ്റ് മലായിക്കത്തിനെ അപേക്ഷിച്ച് ഇവർക്ക് രണ്ടുപേർക്കും, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനും മീക്കായിൽ അലൈഹി ഇസ്ലാമിനും ഉള്ള സ്പെഷ്യൽ സ്റ്റേറ്റസ് കാണിക്കാൻ കൂടി വേണ്ടിയാണ്. നമുക്കറിയാം, ബനി ഇസ്രായേൽ പറഞ്ഞു, ജിബ്രീലിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ ജിബ്രീൽ കൊണ്ടുവരുന്ന വഹിയെ എന്താണ് ഫോളോ ചെയ്യൂല. കാരണം എന്താ ഇഷ്ടമില്ലാതിരിക്കാൻ? അവര് ഞങ്ങൾക്ക് മുമ്പുള്ള ജനതയിൽ അല്ലെ നമുക്ക് പണിഷ്മെന്റ്, ശിക്ഷ കൊണ്ടുവന്നവനാണ്, ഉപദ്രവിച്ച മലക്കാണ്. അതുകൊണ്ട് ജിബ്രീലെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ജിബ്രീൽ കൊണ്ടുവന്ന വഹി ഞങ്ങൾക്ക് ഫോളോ ചെയ്യാനും താല്പര്യമില്ല. പക്ഷെ അവര് പറഞ്ഞിരുന്നു എന്ത്? ഞങ്ങൾക്ക് മീക്കായിലിനെ ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്, ജിബ്രീലിനോടെ ഞങ്ങൾക്ക് ശത്രുതയുള്ളൂ, മീക്കായിലിനെ ഇഷ്ടമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ജിബ്രീലിന്റെയും മീക്കാലിന്റെ കാര്യം എടുത്തു പറയണം. മിക്കായിൽ എന്ന് പറഞ്ഞാല് റിസ്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, മഴ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട മലക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ജിബ്രീലിനെ ഇഷ്ടമല്ല, പക്ഷെ മീക്കായിലിനെ ഇഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു അദുവ്വുൻ, ശത്രുവാണ്. ആർക്ക്? ലിൽ കാഫിരീൻ, അവിശ്വസിക്കുന്നവർക്ക്, വിശ്വാസമില്ലാത്തവർക്ക്, സത്യനിഷേധികൾക്ക്. അപ്പം അള്ളാഹു അത്തരത്തിലുള്ള ആളുകൾക്ക് ശത്രുവാണ്. അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ശത്രുതയാണ് അർഹിക്കുന്നത്. അള്ളാഹുവിന്റെ ശത്രുത എന്ന് പറയുന്നത് എന്തൊരു അപകടകരമായ ഒരു സിറ്റുവേഷൻ ആണല്ലേ. കാരണം അള്ളാഹുവിനേക്കാൾ ശക്തിയുള്ളത് ആരുമില്ല, അള്ളാഹുവിനേക്കാൾ പവർ ഉള്ളത് ആരുമില്ല. നമുക്കൊന്നും ഒരു പവറും ഇല്ലല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പവർ കൊണ്ട് മാത്രമാണ്, അള്ളാഹുവിന്റെ ഖുവത്ത് കൊണ്ട് മാത്രമാണ് അല്ലേ. നമ്മൾ ഇനി എന്ത് ഒരു ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഒരു സൽക്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഞാനത് ചെയ്തു എന്ന് പറയാനുള്ള പവർ നമുക്കില്ലല്ലേ. അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ടാണ് അല്ലേ. അള്ളാഹു ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അള്ളാഹുവിന്റെ ശത്രുത വാങ്ങി വെക്കുക എന്ന് വെച്ചാൽ എന്തൊരു അപകടകരമായ അവസ്ഥയായിരിക്കും അല്ലെ. അള്ളാഹുവിനേക്കാൾ പവർഫുൾ ആയിട്ട് ആരുമില്ല, അള്ളാഹുവിനേക്കാളും വലുതായിട്ട് ആരുമില്ല, മഹത്വമേറിയത് ആരുമില്ല, അള്ളാഹുവിനേക്കാളും ഒരു കഴിവും കൂടിയത് ആരുമില്ല അല്ലെ. അള്ളാഹുവിനേക്കാളും എൽമുള്ളത് ആരുമില്ല, എല്ലാത്തിന്റെയും പീക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹുവിനേക്കാളും ഹിക്മത്ത് ഉള്ളത് ആരുമില്ല. അപ്പൊ അള്ളാഹുവിനെതിരെ ശത്രുത അല്ലെ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ, നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ അറിയാതെ ആയിരിക്കും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യം വരുമ്പം, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് കേട്ടിട്ടും അത് ചെയ്യണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ദുആ ചെയ്യുന്നതും ട്രൈ ചെയ്തിട്ട് അവിടെ എത്താത്തത് വേറെ കാര്യം. അത് വേറൊരു പാത്താണ്. അത് അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും, നമ്മൾ ഇഖ്ലാസോട് കൂടി അത് ആഗ്രഹിച്ചാൽ. പക്ഷെ വേറെ ഒന്നുണ്ട്, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാം, അത് മൈൻഡ് ആക്കാതെ, അല്ലെങ്കിൽ ആ കേട്ട് ഇതിലേ കേട്ട് അതിലേ വിടല്, അത് എന്തായാലും നമ്മളെ സാവധാനം തിരിച്ചു കളയും. രണ്ട്, അത് കേട്ടിട്ടും ഇതൊന്നും നടക്കാൻ പോണില്ല, ഇതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റൂല, ഇതൊന്നും ചെയ്യാൻ നടക്കുന്ന കാര്യങ്ങളല്ല, അതിലേക്കൊന്നും ഒരുപാട് ഇറങ്ങണ്ട അല്ലെ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നതും അള്ളാഹുവിനെതിരെ ശത്രുത പ്രഖ്യാപിക്കലാണ്. ഭയങ്കര നഷ്ടക്കാരിൽ പെടുന്ന ഒരു സിറ്റുവേഷൻ. കാരണം പിന്നീട് ഇനി നമ്മൾ ഇനി എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കേട്ടാലും അത് നമ്മളെ ഹൃദയത്തിലേക്ക് ഇറക്കാതിരിക്കാൻ അള്ളാഹ്ക്കറിയാം, മെല്ലെ മെല്ലെ മൂടിക്കളയാൻ അള്ളാഹ്ക്കറിയാം. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്തും പരലോകത്തും നഷ്ടക്കാരാകാൻ പോകുന്ന ആൾക്കാരാണ്. ആർക്കും അവരെ രക്ഷിക്കാൻ പറ്റില്ല, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ അൻതും ബിമുഅ്ജിസീൻ, അള്ളാഹുവെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയൂല. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എസ്കേപ്പും ഇല്ല അല്ലെ. കാരണം നമ്മൾ എവിടെയാണ്? ദുനിയാവിലാണ്, അള്ളാഹു സൃഷ്ടിച്ച ദുനിയാവിലാണ് നമ്മളുള്ളത്, അള്ളാഹു കൺട്രോൾ ചെയ്യുന്ന ദുനിയാവിലാണ് നമുക്കുള്ളത് അല്ലെ. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റൂല, ഇതിന്റെ ബോർഡേഴ്സ് ഒന്നും നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റൂല. നമുക്ക് ഈ ഭൂമിയിലെ എത്ര സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിലും, എന്തെങ്കിലും ഒരു ലൂപ്പ് ഉണ്ടെങ്കിലും, നമുക്ക് ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള വകുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, അതും അള്ളാഹിന്റെ സഹായത്തോടു കൂടി അല്ലേ. പക്ഷെ അള്ളാഹിന്റെ ബോർഡേഴ്സ് ഒന്നും നമുക്ക് ക്രോസ് ചെയ്തിട്ട് എവിടെയും പോകാൻ പറ്റൂല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹിന്റെ കയ്യിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുമുള്ളതും നമ്മുടെ ജീവിതത്തിന്റെ കൂടെ ഉള്ളതും എല്ലാം, നമ്മുടെ ആ കൂടെ ഉള്ള ആൾക്കാരും ഒക്കെ ആരുടെ കൺട്രോളിലാണ്? അള്ളാഹിന്റെ കൺട്രോളിലാണ്.
അപ്പൊ അള്ളാഹ്ക്ക് ശത്രു ആവാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ആയതുകൊണ്ട് നമ്മൾ നഷ്ടക്കാര് പെടുക എന്നല്ലാണ്ട് വേറെ ഒന്നും നേടാനില്ല. അള്ളാഹു നിശ്ചയമായും കാഫിറുകൾക്ക് ശത്രുവാണ്. നമ്മൾ ഈ കാഫിറി എന്നുള്ള ആയത്തുകൾ കേൾക്കുമ്പോ തന്നെ ഇത് നമ്മളെ കുറിച്ച് പറയുന്നല്ല, അത് അവരെ കുറിച്ചാണ്, കാഫിറുകളെ കുറിച്ചാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇതിലൊക്കെ പെടുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആയത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്ത് 99-ാമത്തെ ആയത്ത്. വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാത് വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാവുന്നു, ധിക്കാരികളല്ലാതെ മറ്റാരും അവയെ നിഷേധിക്കുകയില്ല. വാക്കർത്ഥം നോക്കാം. വലഖദ് അൻസൽന, നിശ്ചയമായും, ലാമുണ്ട്, ഖദ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും എന്താണ് സ്ട്രെസ് ചെയ്യുന്ന തൗക്കീദാണ് അല്ലെ. നിശ്ചയമായും നിശ്ചയമായും 2 പ്രാവശ്യം പറയുന്ന കാര്യമാണ് ഇവിടെ ലാമും ഖദും. നമ്മൾ മുമ്പ് ഖദ് എക്സാമിന്റെ ക്വസ്റ്റ്യനിൽ വിട്ടിട്ടുള്ള ഒരു വാക്കാണ്. നിശ്ചയമായും നിശ്ചയമായും അൻസൽന, നാം ഇറക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. ഇത് അർത്ഥത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൻസൽന എന്ന് പറഞ്ഞാൽ നാം ഇറക്കി, ഇലേക്ക നിങ്ങളിലേക്ക്, ആയാത്തിൻ ദൃഷ്ടാന്തങ്ങൾ, ബയ്യനാത്തിൻ ക്ലിയർ ആയിട്ടുള്ള, ബയ്യന എന്നുള്ള വാക്ക് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ. ഒമാ യക്ഫുറു എന്താണ് നിഷേധിക്കുന്നതുമല്ല, ബിഹ അവയെ, ഇതിനൊക്കെ റൂട്ട് നമ്മൾ കുറെ മുമ്പേ പറഞ്ഞതുകൊണ്ടാണ് പറയാത്തത്, ഇല്ല ഒഴികെ, അൽ ഫാസിഖൂൻ ദുർമാർഗികൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതിരുകൾ ലംഘിക്കുന്നവർ. ഫാസിഖ് അല്ലെ, ഫാസിഖും നമ്മൾ റൂട്ടൊക്കെ വെച്ചിട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഫിസ്ക് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ദുർമാർഗികൾ, അതിരുകൾ ലംഘിക്കുന്നവർ, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നവർ. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് അൻസൽനാ ഇലൈക, നിശ്ചയമായും നാം നിങ്ങളിലേക്ക് ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നാം നിന്നിലേക്ക് ഇറക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. ഇലൈക്ക ആണ്, ഇലൈക്കും അല്ല, ഇലൈക്ക. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, ഓ നബിയെ നിന്നിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആയാത്തിൻ ബയ്യിനാത്ത്, ക്ലിയർ ആയിട്ടുള്ള, വളരെ എന്താ പറയാ, ഒരു സംശയവുമില്ലാത്ത അല്ലെ, ലാ റൈബ ഫീ, ഒരു സംശയവുമില്ലാതെ വളരെ ക്ലിയർ ആയിട്ടുള്ള ആയത്തുകള്, ദൃഷ്ടാന്തങ്ങള്, തെളിവുകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എല്ലാ ആയത്തുകളും അല്ലെ, ഖുർആനിലുള്ള ഓരോ ആയത്തുകളും വളരെ ക്ലിയർ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രൂഫാണ്. പക്ഷെ ഇവിടെ ബനി ഇസ്രായേലോ അതിനെ അനുസരിക്കാതിരിക്കാൻ വേണ്ടി, അതിനെ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി, വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് കഴിഞ്ഞ് ഒന്ന് എക്സ്ക്യൂസസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവർ പറയുന്ന എല്ലാത്തിനും എതിരെ വാദങ്ങൾ കൊണ്ടുവന്നിട്ട് അത് അവരങ്ങനെ പറയുന്ന ഇത് അപ്പൊ ഇങ്ങനെയല്ലേ, അതുപോലെ ഓരോന്നിനും അള്ളാഹു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. പലപ്പോഴും നമ്മളും പലതും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി, അള്ളാഹിന്റെ കമാൻഡ്സ് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല എക്സ്ക്യൂസസ് പറയുന്നവരാണ് അല്ലെ. നമ്മളുടെ എക്സ്ക്യൂസസ് പലപ്പോഴും ഒരുപക്ഷെ നമ്മളെ തന്നെ എന്താ കൺവിൻസ് ചെയ്യാനും, നമ്മളെ ചുറ്റുപാടുമുള്ളവരെ അല്ലെ, നമ്മളത് ചെയ്യാതിരിക്കുന്നത് ഇന്നതുകൊണ്ടാണ്. സിമ്പിൾ ആയിട്ട് ഒരു നിസ്കാരം പോലും നമ്മൾ ഒരു സമയം തെറ്റിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എക്സ്ക്യൂസസ് ഉണ്ട്. വേറെ ആരിലേക്കും നോക്കണ്ട, നിസ്കാരത്തിന്റെ സമയം തെറ്റിക്കുമ്പോൾ പോലും നമുക്ക് എക്സ്ക്യൂസസ് ഉണ്ട് അല്ലെ. നമുക്ക് എത്ര വയസ്സാണ്, എത്ര ലോജിക്കൽ ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആല ബസീർ ആണ് അല്ലെ. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അള്ളാഹ് അത് കാണുന്നുണ്ട്. അള്ളാഹ്ക്ക് ആ എക്സ്ക്യൂസസിനെ ഇപ്പറഞ്ഞ പോലെ കട്ട് ചെയ്ത് ഇതാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബനി ഇസ്രായേൽ ഇതുപോലെ ഓരോന്നും ചെയ്യാതിരിക്കാൻ ഓരോ എക്സ്ക്യൂസസ് നിരത്തുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല അത് തെറ്റാണെന്ന് തെളിവുകൾ വെച്ച് നിരത്തി കാണിക്കുകയാണ് അല്ലെ. അള്ളാഹ്ക്ക് അതൊക്കെ നമ്മൾ പറയുന്ന എല്ലാ എക്സ്ക്യൂസിനെയും റിഫ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആഖിറത്തിൽ നമ്മൾ തെറ്റാണെന്ന് കാണിക്കാൻ പറ്റും. എന്തിനാ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ തന്നെ നമ്മൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. എപ്പോ നമ്മൾ ഒരു ഇമ്പോസിബിലിറ്റി, അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാൻ ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ നമുക്ക് തോന്നുമ്പോഴും അതിന് നമ്മൾ ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷൻ, എന്തൊക്കെ എക്സ്ക്യൂസ് നമ്മൾ സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ വേറെ ആരിലേക്കും നോക്കണ്ട. നമ്മൾ തന്നെ ഓരോ ദിവസവും അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കാൻ നമ്മളെ നഫ്സിന്റെ വീക്ക്നെസ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ വേറെ പല എജലുകൾ കാരണം അല്ലെ, നമ്മൾ അത് അനുസരിക്കാതിരിക്കുമ്പോൾ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നവരാ നമ്മൾ സ്വയവും പറയും, മറ്റുള്ളവരുടെ അടുത്തും പറയും അല്ലെ. അതുകൊണ്ടാണ്, അത് അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെ, ഞാനും നിങ്ങളും. അപ്പൊ അങ്ങനത്തെ ഓരോ എക്സ്ക്യൂസസ് കാണുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്തിട്ട് തോൽപ്പിക്കാൻ നോക്കുക. അപ്പൊ തന്നെ അത് പരലോകത്തേക്ക് വെക്കണ്ട. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കണ്ട. നമ്മളിലേക്ക് വരുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അല്ലെ. അള്ളാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാതാപിതാക്കൾക്ക് ഏറ്റവും ഇഹ്സാനോട് കൂടി ഹുസ്നായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ.
അവരുടെ കാര്യങ്ങള്. നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ എക്സ്ക്യൂസ് എന്താ? അവര് നമ്മളോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്, അവര് നമ്മളോട് ആ തെറ്റ് ചെയ്ത്. ഇനിയിപ്പോ മാതാപിതാക്കളാണെങ്കിൽ അവരെന്നോട് റൂഡായിട്ടാണ് ഞാൻ അവരോട് അങ്ങനെ ആക്കുന്നത്, അല്ലെ? കുടുംബ ബന്ധങ്ങളാണെങ്കിൽ അവര് ചെയ്തിട്ടല്ലേ ഞാൻ ചെയ്തത്. നമുക്ക് എക്സ്ക്യൂസ് ആണ് അള്ളാഹ് പറഞ്ഞ കൽപ്പന അനുസരിക്കാതിരിക്കാൻ വേണ്ടി. അള്ളാഹു പറഞ്ഞു ഖുലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ മനുഷ്യരോട് ഏറ്റവും നല്ല വാക്ക് സംസാരിക്കുക, നല്ല കൗല് സംസാരിക്കുക. സാധാരണ ഈ കുടുംബ ബന്ധങ്ങളും ഇതും ഒന്നും അല്ലാണ്ട് അവസാനം ഉള്ള ഒരു കൽപ്പന അല്ലേ, നമ്മള് 83-ാമത്തെ ആയത്തിലല്ലേ ഇത് കണ്ടത്. കുറെ കൽപ്പനകളുടെ കൂട്ടത്തിൽ അവസാനം അള്ളാഹു പറഞ്ഞിരുന്നു ഖുലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ മനുഷ്യനോട് ഏറ്റവും നല്ല വാക്കുകൾ സംസാരിക്കുക, അല്ലെ? ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക. നമ്മൾ പറയും അവര് എന്നോട് മോശമായിട്ട് ചെയ്തിട്ടല്ലേ, അവരെന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടല്ലേ. നമുക്ക് എക്സ്ക്യൂസസ് ആണ് എപ്പോഴും, എനിക്കും നിങ്ങൾക്കും, ആരും ഇതിൽ നിന്ന് എക്സെപ്ഷൻ അല്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം ബനി ഇസ്രായേൽ നമ്മൾ ചോദിക്കുന്നു അവരെന്ത് മോശക്കാരാണല്ലേ, അവരങ്ങനെ പറഞ്ഞില്ലേ, ഇവരിങ്ങനെ പറഞ്ഞില്ലേ. നമ്മളും ഇതുപോലെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള ചെറിയൊരു കിബിറ് കാരണം നമുക്ക് പലതും ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എക്സ്ക്യൂസസ് പറയുന്നവർ തന്നെയാണ് ദിവസവും, അല്ലെ? കുലു ലിന്നാസി ഹുസ്ന എന്നുള്ള പറഞ്ഞപ്പോ നമ്മൾ എന്തൊക്കെയോ ആയി തോന്നിയതൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ടോ, എന്നിട്ട് നമുക്ക് എന്താ ഒരു എക്സ്ക്യൂസ് ഉള്ളത്? എക്സ്പ്ലനേഷൻ ഉണ്ട്, അവര് നമ്മളോട് അത് പറഞ്ഞിട്ട് അള്ളാഹ് അത് പറഞ്ഞിട്ടില്ല. നമ്മളോട് നിങ്ങൾ പരദൂഷണം പറയല്ലേ, അല്ലെങ്കിൽ ഇബത്തും നമീമത്തും ഇതാക്കല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അതൊന്നും നടക്കാൻ പോണില്ല, അല്ലെ? അതൊന്നും ഇന്നത്തെ കാലത്ത് ഇത് പറയേണ്ടത് നമ്മൾ പറയണ്ടേ, ഓൾ അങ്ങനെ ചെയ്തത് ഇവളോട് പറയണ്ടേ, അല്ലെ? സുബ്ഹാനല്ലാഹ്, നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ആണ്, ന്യായീകരണങ്ങളാണ് എപ്പോഴും. ആര് ഈ കേൾക്കുന്ന ഒരാളും ഈ കാര്യത്തിൽ നിന്ന് എക്സെപ്ഷൻ അല്ല, ഈ പറയുന്ന ഞാനും. അള്ളാഹ് പറഞ്ഞു കുലു വഷ്റബു വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ കഴിച്ചോ തിന്നോ, അല്ലെങ്കിൽ കുലു മിൻ ത്വയ്യിബാതി മാ റസഖനാഹും, നിങ്ങൾ കഴിച്ചോ ഏറ്റവും ഉത്തമമായത് അള്ളാഹ് തന്നതിൽ നിന്ന്, നിങ്ങൾ അതിര് കവിയല്ലേ. നമ്മൾ പറയും അതൊന്നും നടക്കൂലേ, അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല. നമുക്ക് എപ്പോഴും റീസൺസ് ആണ്, എക്സ്ക്യൂസസ് ആണ്. അള്ളാഹിനെ അനുസരിക്കാതിരിക്കാൻ വേണ്ടി എക്സ്ക്യൂസസ് ആണ്. എന്നിട്ട് നമ്മൾ ഈ ആയത്തുകളൊക്കെ വായിച്ചിട്ട് പറഞ്ഞിട്ട് പോകും വല്ലാത്ത ആൾക്കാരിലെ ബനി ഇസ്രായേല് എന്തൊക്കെയാ ഒരു പറയുന്ന വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? അള്ളാഹ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ, നിങ്ങൾ സ്ത്രീകൾ ഈ രീതിയിൽ വസ്ത്രം ധരിക്കുക, സ്ത്രീകൾ ഈ രീതിയിൽ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തുക, അല്ലെ? അത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, റൂൾസ് തന്നിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കാൻ നമുക്ക് എക്സ്ക്യൂസസ് ആണ്. സുബ്ഹാനല്ലാഹ്, ഇത് ഞാൻ വെറുതെ കുറച്ച് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തരെ എടുത്തു നോക്കുമ്പോൾ, എന്റേത് എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 2-3 പേജ് എഴുതാനുള്ള ലിസ്റ്റ് ഉണ്ടാവും. അള്ളാഹ് പറയുന്ന കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്തിട്ട് അതിന് എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ അല്ലെ, നമ്മുടെ ഇൽമ അമൽ പ്ലാനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും ഇതിനകത്ത് എനിക്ക് തിരുത്താനുള്ളത് എന്താണെന്ന് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു 5-8 ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു എസ്സേ എഴുതാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതിനൊക്കെ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുക, നല്ല പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ വേണ്ടി, നമ്മളുടെ നെഫ്സിന്റെ ഇച്ഛകൾക്ക് വഴങ്ങിയിട്ട്, അല്ലെ? നമ്മൾ പറയും എന്നിട്ട് നമ്മൾ ഭയങ്കര തൗഹീദിന്റെ ആൾക്കാരാന്നല്ലേ, അള്ളാന്റെ മേലെ നമ്മുടെ നെഫ്സിനെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര തൗഹീദിന്റെ ആൾക്കാരെ, നമ്മൾ ശിർക്ക് ചെയ്യുന്നവർ തന്നെയാ. എന്നിട്ട് നമുക്ക് വിചാരണ കൂടാതെ സ്വർഗത്ത് പ്രവേശിക്കാനുള്ള ആഗ്രഹം, അല്ലെ? എന്താ അർഹതയാണ് നമുക്കൊക്കെ ഉള്ളത്? ഒരുപാട് മാറാനുണ്ട്, ഒരുപാട് നമ്മളൊക്കെ മാറാനുണ്ട്. വളരെ ഒബ്ജക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും എടുത്ത് എഴുതി തിരുത്തി അള്ളാഹിന്റെ അടുത്ത് ദുആ ചെയ്ത് തിരുത്താൻ ശ്രമിച്ച് വീണ്ടും വീണ് കഴിഞ്ഞാൽ തൗബ ചെയ്ത് എഴുന്നേറ്റ് വീണ്ടും തിരുത്തി മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇതിനൊന്നും നിസ്സാരാക്കി എടുത്താൽ രക്ഷപ്പെടൂല. അവിടെ ചെന്ന് അള്ളാഹു ഇതുപോലെ വാദങ്ങൾ വെച്ച് നമ്മളെ ഖണ്ഡിക്കുന്നതിലും നല്ലത് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മളെ തോൽപ്പിക്കുന്നതാണ്. അള്ളാഹു പറയാണ് ആയാത്തിൻ ബയ്യിനാത്ത്, അല്ലെ? കൃത്യമായ തെളിവുകൾ അള്ളാഹ് നിരത്തിയിട്ടുണ്ട് ഖുർആനിൽ, ഒരു സംശയവും ഇല്ല. അള്ളാഹ് ഗ്രന്ഥത്തിന്റെ ഏറ്റവും ആദ്യത്തെ ആയത്ത് പറഞ്ഞപ്പം അള്ളാഹുലെ, നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ റിവ്യൂ നോക്കും, എത്ര ആൾക്കാർ എന്നതൊക്കെ പറയണം, നല്ലതാണ് വാങ്ങാം. അള്ളാഹിന്റെ ഗ്രന്ഥത്തിനെ പറ്റി ഏറ്റവും ആദ്യം തന്ന റിവ്യൂ എന്താണ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, അതിനകത്തൊരു സംശയവും ഇല്ല. അള്ളാഹ് തന്ന റിവ്യൂ ആ, എന്നിട്ട് നമുക്ക് സംശയമാണ്, അല്ലെ? അതുകൊണ്ട് ഒരു കാര്യമില്ല, അത് നമ്മളെ ഹൃദയത്തിലേക്ക് കയറൂല, അത് നമ്മളെ ജീവിതത്തിലേക്ക് കയറൂല, അല്ലെ? അള്ളാഹ് തന്ന റിവ്യൂവിനെ റിഫ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഖുർആൻ ഓതി തുടങ്ങുന്നത്. പിന്നെ എങ്ങനെയാ നമ്മളെ ഹൃദയത്തിലേക്ക് ഖുർആൻ കയറുക? ആയാത്തിൻ ബയ്യിനാത്ത്, അള്ളാഹ് പറയണ കൃത്യമായ വ്യക്തമായ തെളിവുകളാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്. വമാ യക്ഫുറു ബിഹ, അതിനെ നിഷേധിക്കുകയില്ല ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖുകളല്ലാതെ. നമ്മളൊക്കെ ആരാ? നമ്മളെ വിചാരം നമ്മൾ മുത്തഖീങ്ങളാണ്, അല്ലെ?
അപ്പം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ആരും അവിശ്വസിക്കൂല. ഇല്ലൽ ഫാസിഖൂൻ, ഫാസിഖീൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഫാസിഖൂൻ, ഫാസിഖുകളല്ലാതെ. ഫാസിഖുകൾ ആരാണ്? അനുസരണക്കേട് കാണിക്കുന്നവര്, തിന്മ ചെയ്യുന്നവര്, അതിര് ലംഘിക്കുന്നവർ അല്ലെ. ഫാസിഖ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ ഈത്തപ്പഴത്തിന്റെ ആ ഒരു ബോർഡർ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നല്ല പഴുത്തിരിക്കുമ്പം ഈത്തപ്പഴത്തിന്റെ ഈ തൊലീന്റെ പുറത്തേക്ക് അതിങ്ങനെ ഇങ്ങനെ ഇതായിട്ട് ബൾജ് ചെയ്തിട്ട് വരും. അതാണ് ഫിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അള്ളാഹ് ഒരു വരച്ചു കഴിഞ്ഞാൽ അതിനെ ലംഘിക്കുന്നവരാണ് ആര്? ഫാസിഖുകള്. നമ്മളെന്നാ ഈ ഫാസിഖ് എന്നുള്ള കാഫിർ എന്നുള്ള ആയത്തുകളൊക്കെ നമ്മൾ ഓതുമ്പോൾ ഇത് ആരെയോ പറ്റി പറയുന്നതാണ്. എല്ലാ മുത്തഖി മുഅ്മിൻ ആയത്തുകളൊക്കെ നമ്മളെ വിചാരം ഇത് നമ്മളെ പറ്റി പറയുന്നതാണ് അല്ലേ. ഭയങ്കര വിചാരാണ് നമുക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആയത്തുകള്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള്, അള്ളാഹു അയച്ച തെളിവുകള് ക്ലിയർ ആണ്. അതിന്റെ അർത്ഥത്തിലും അതിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യമാണെങ്കിലും അതിന്റെ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് അസാധ്യമായതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. ക്ലിയർ ആണ്. എന്നിട്ട് നമ്മള് എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുകയാണ്. ഇപ്പോഴും അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാർ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പല ആയത്തുകളും സ്വീകരിക്കാൻ പറ്റാത്തത്. അങ്ങനെ പറ്റാത്തുണ്ടെങ്കിൽ അത് നമ്മളെ കുഴപ്പമാണ്. റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ഇപ്പോഴും ഉണ്ട് വാദിക്കുന്നവര്, എതിർക്കുന്നവര്. അവരാരാണ്? ഫാസിഖൂൻ. അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവര് ഫാസിഖൂൻ. അള്ളാഹ് പറയുന്നതാണ്. അള്ളാഹ് അയച്ചത് കാര്യത്തിൽ ഒരു സംശയവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ആർക്കാ പ്രശ്നം? ആളുകൾക്കാണ്, അവരുടെ ഹൃദയങ്ങൾക്കാണ്. അതുകൊണ്ടാണ് സത്യം കണ്ടിട്ടും അവർക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റാത്തത്. നമ്മൾ വിചാരിക്കും ഇത്രയും തെളിവുകൾ അള്ളാഹ് നിരത്തിയിട്ടും ബനി ഇസ്രായേൽ ഇതിനൊക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ബനി ഇസ്രായേൽ ഇത്രയും ആയത്തുകൾ അവർ ലൈവായിട്ട് കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലായിട്ടും അവരിതിനെയൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ, അവരിതിനെയൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ. നമ്മൾ അവരെ കുറിച്ചാ ചിന്തിക്കുള്ളൂ, നമ്മളെ കുറിച്ച് ചിന്തിക്കൂല. അള്ളാഹ് പറയാണ് ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. അത് ആരാ നിഷേധിക്കുക? ഫാസിഖുകളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല, അതിനെ വിശ്വസിക്കാതിരിക്കുകയില്ല, ഫോളോ ചെയ്യാതിരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തുകളില് അല്ലാതെ അല്ലെ നമ്മളെ ഇരുത്തി ചിന്തിച്ച ഒരു ദിവസം 2 ദിവസം ഫുൾ ഇരുന്ന് ചിന്തിച്ചാലും തീരാത്ത കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോരുത്തരും. കാരണം ഞാൻ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വരെ. നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ചിന്തിക്കുമ്പോൾ അല്ലേ, കുഞ്ഞു കുഞ്ഞു ആയത്തുകളിൽ നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും. സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അല്ലെ ഈ ഖുർആൻ. അപ്പൊ ബനി ഇസ്രായേല് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല എക്സ്ക്യൂസസ് നിരത്തി നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ അക്കൂട്ടത്തിലുള്ള ഒരു എക്സ്ക്യൂസ് ആയിരുന്നു ഞങ്ങൾക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഇഷ്ടമല്ല. അപ്പം അള്ളാഹ് പറയാണ് ആര് അള്ളാന്റെ മലക്കിന് ശത്രുവാണോ ദെൻ അള്ളാഹ് അവർക്ക് ശത്രുവാണ്. എന്താ ഇതിൽ നിന്ന് നമുക്ക് എന്താ കാണാനുള്ളത്? അപ്പം അള്ളാന്റെ മലക്കുകൾക്ക് ശത്രുവായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ. ചിലര് മലക്കുകളെ എതിർത്ത് പറയുന്നത്, റിജക്ട് ചെയ്യുന്നത്, അവരെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത്, അവരെ വെറുക്കുന്നത്, ചിലപ്പോൾ കളിയാക്കി സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഈ ചില ആൾക്കാരുടെ കൂടെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പുച്ഛത്തോടു കൂടി പരിഹാസത്തോടു കൂടിയൊക്കെ പല കാര്യങ്ങളും ദീനിൻ്റെതായ പല കാര്യങ്ങളും പറയുന്നത് കാണാം അല്ലെ. അപ്പം ഒരാളെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി. ഇപ്പം നമുക്കറിയാലോ അല്ലെ, എൽമിന്റെ മജലിസിൽ മലായിക്കത്ത് ചിറക് വിരിച്ച് അല്ലെ താഴോട്ട് നമുക്ക് നമ്മുടെ ചുറ്റും ചിറക് വിരിച്ച്, കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചിട്ട് അവർ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഹദീസാണ്. അപ്പം ഒരു വ്യക്തി ഇതിനെ തമാശയായിട്ട് സംസാരിച്ച് പറയുമ്പോൾ പറയുന്നത് ഞാൻ അയാൾ കുറെ നിലത്ത് കാലിട്ട് ചവിട്ടിയിട്ട് ആ മലക്കുകളുടെ ചിറകുകളൊക്കെ ഞാൻ ചവിട്ടി അരച്ച് ഇനി ഒന്ന് കാണാലോ. സുബ്ഹാനല്ലാഹ്. എന്തൊരു അഹങ്കാരം അല്ലെ. ഇതുപോലെയുള്ള സംസാരങ്ങൾ നമ്മൾ തമാശ രൂപേണ പലതും ദീനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യത്തിലും നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹുവിനെ കുറിച്ചും മലായിക്കത്തിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ദീനിന്റെ റൂൾസിനെ കുറിച്ചും ഒക്കെ തമാശയായിട്ടും അല്ലെ. മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അങ്ങേയറ്റം അനുസരണ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളാണ്. ആർക്കെങ്കിലും അവരോട് എന്തെങ്കിലും രീതിയിൽ ഒരു വെറുപ്പോ അവജ്ഞയോ ഇഷ്ടക്കേടോ ഉണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ വെറുക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. മലക്കുകളിലുള്ള വിശ്വാസം, നബിമാരുള്ള വിശ്വാസം ഒക്കെ നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലെ, നമ്മളുടെ ഈമാനിന്റെ ഭാഗമാണ്.
അപ്പം അവരുടെ ഈവൻ മലക്കുകളുടെ എക്സിസ്റ്റൻസിനെ തന്നെ റിജക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ ആരാണ്? അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. ഒരു ലീസ്റ്റ് വളരെ ലൈറ്റ് ആയിട്ട് പോലും നമ്മൾ ദീനുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പരിഹസിക്കാതിരിക്കുക. അങ്ങനെയുള്ള അല്ലെങ്കിൽ പരിഹസിക്കാതിരിക്കുക, നിഷേധിക്കാതിരിക്കുക. അങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെ ശത്രുതയാണ് വാങ്ങിക്കൂട്ടുന്നത്. മാത്രമല്ല ഈ ഒരു ആയത്തിൽ നമ്മൾ പറഞ്ഞില്ലേ മലായിക്കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ മിക്കായിലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ആയത്തുകൾ അല്ലേ. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പ്രതിരോധിക്കുകയാണ് മറ്റുള്ളവരുടെ എല്ലാ എന്താ പറയാ അമ്പുകളിൽ നിന്നും അവരുടെ എല്ലാ ചീത്ത എന്താ പറയാ ആരോപണങ്ങളിൽ നിന്നും അള്ളാഹു ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ അമേസിംഗ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആര് ജിബ്രീലിന് ശത്രുവാണോ ഫഇന്നല്ലാഹ എന്താണ് അദുവ്വുൻ ലിൽ കാഫിരീൻ, അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ശത്രുവാണെന്ന് പറയുന്നത് അല്ലേ. അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുക, എടുത്ത് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുക. ആര് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നോ അള്ളാഹു അവനെ എന്താണ് അവന് ശത്രുവാണ്. അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അത്രയും പ്രൊട്ടക്ട് ചെയ്യാണ്. എന്തുകൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ തന്നെ എടുത്തിട്ട് ഇത്രയും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് ഇത്ര വലിയ സ്പെഷ്യാലിറ്റി? ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. അവനാണ് അല്ലെ, ജിബ്രീലാണ് എന്ത് ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തത്. ഖുർആന്റെ കാരിയർ ആണ് ജിബ്രീൽ അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ മെസ്സേജ് അറിയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം താഴോട്ട് കൊണ്ടുവന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്തത് അദ്ദേഹമാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഒരാള് ഖുർആന്റെ കാരിയർ ആവുന്നുണ്ടെങ്കിൽ അല്ലെ, ഖുർആനെ ഏതെങ്കിലും രീതിയിൽ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും വിശ്വസ്തമായ, അതായത് ഖുർആന് ഒരു തരത്തിലും വളച്ചൊടിക്കുകയോ പോറലേൽക്കുകയോ ചെയ്യാത്ത രീതിയിൽ വിശ്വസ്തമായ രീതിയിൽ ജിബ്രീൽ അലൈഹിസ്ലാം എങ്ങനെ ചെയ്തോ അതുപോലെ സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് ആളുകളിലേക്ക് അത് എത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ നമ്മളത് പ്രിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹാഫിളുകൾ സുബ്ഹാനല്ലാഹ് അവർ ഹൃദയത്തിൽ ഖുർആനെ പ്രിസർവ് ചെയ്യുന്നവരാണ്. അവരുടെ സ്റ്റേറ്റസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാഴ്ചയിൽ ഡെഫിനറ്റ് ആയിട്ട് ഉയർന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രൊട്ടക്ഷൻ, അള്ളാഹു ഇവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ജിബ്രീലിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അള്ളാഹു അവരെ ഡിഫെൻഡ് ചെയ്യും, അള്ളാഹു അവരെ പ്രൊട്ടക്ട് ചെയ്യും, അള്ളാഹു അവരുടെ കാര്യം നോക്കിക്കോളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സൂറത്ത് മാഇദയിൽ 67-ാമത്തെ ആയത്തിൽ യാ അയ്യുഹർ റസൂലു ബല്ലിഗ്, ബല്ലിഗ് നീ അറിയിക്കുക, അള്ളാഹു നിനക്ക് തന്നത് നീ അറിയിക്കുക. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കും. അള്ളാഹു ജനങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കും. നമ്മളുടെ ചരിത്രത്തില് ഏതെങ്കിലും ഒരു വ്യക്തി, ഓക്കെ, ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്രയും അധികം ആളുകളുടെ അറ്റാക്കിന് ഇരയായിട്ടുണ്ടോ? ഇത്രയും പ്രാവശ്യം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി അത്രയും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓടിച്ചിട്ടുണ്ട് അല്ലെ. ത്വായിഫിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ സാധിച്ചിട്ടില്ല. പല സ്ട്രാറ്റജികള് യുദ്ധങ്ങളിലും അല്ലെ, പല രീതിയിൽ ചതിയിലൂടെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ കീഴിൽ വിശ്രമിക്കുകയാണ് അല്ലെ, വാള് മരത്തിന്റെ മേലെ തൂക്കിയിട്ടിട്ട്. അപ്പം ഒരു വ്യക്തി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വാള് ഓങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഇപ്പൊ ആർക്ക് രക്ഷിക്കാൻ പറ്റും? ഈസി ആയിട്ട് അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമയത്ത് കൊല്ലായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള മറുപടി ആയിട്ട് പറയും, അള്ളാഹ്ക്ക് പറ്റും. അത് കേട്ട് അയാൾ നിന്ന് തരിച്ചു പോയിട്ട് അയാളെ കയ്യിൽ നിന്ന് വാള് താഴെ വീഴാണ്. ഇതുപോലെ എത്ര 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 ഇൻസിഡന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ചത് അല്ലെ, ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്തിലെ ആ ഒരു ഗുഹയുടെ മുഖത്ത് അതിന്റെ ഫ്രണ്ടിൽ വരെ ആളുകൾ എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവനോടെയോ ഇനി മയ്യത്തായിട്ടോ കൊണ്ടുവന്നാല് ഭയങ്കര വില അല്ലെ, ഒരുപാട് വലിയ പ്രൈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെ മദീനയിലേക്ക് പോകുമ്പോൾ അവരെ ഫോളോ ചെയ്ത് അവരുടെ അടുത്തെത്തിയ ആളുകൾ ഉണ്ടായിരുന്നു.
ആർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രയും ക്ലോസ് ആയിട്ട് എത്തിയിട്ടും കൊല്ലാൻ പറ്റിയിട്ടില്ല. കാരണം അള്ളാഹു പ്രൊട്ടക്ട് ചെയ്തു. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മളോ ഒരു NRC എന്ന് കേൾക്കുമ്പോഴേക്കും അല്ലെ, ഒരു സില്ലി ആയിട്ടുള്ള ഏത് അവിശ്വാസിയുടെ ഏത് ത്രെട്ടിന് മുമ്പിലും നമുക്ക് വിറയലാണ്. അള്ളാഹിന്റെ കാര്യങ്ങൾ അനുസരിക്കുന്നതിനെതിരെ ആര് എന്ത് പറഞ്ഞാലും, ഇനി അവർ വായോണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കുമായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അള്ളാഹിന്റെ കൽപ്പനയിൽ നിന്ന് മാറി നിൽക്കും അല്ലെ. നമ്മളൊന്നും ശരിക്കുള്ള ടെസ്റ്റുകൾ ഫേസ് ചെയ്തിട്ടേ ഇല്ല, എന്നിട്ടും നമ്മൾ നമ്മുടെ ഇസ്ലാമിക് ഐഡന്റിറ്റിന്ന് മാറി നിൽക്കാൻ നോക്കും. നമ്മൾ ആ ശരിക്കുള്ള ദീന് ഉണ്ട് എന്ന് ആർക്കും തോന്നണ്ടല്ലേ. തോന്നിക്കഴിഞ്ഞാൽ ഇനി അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടായാലോ അല്ലെ, അല്ലെങ്കിൽ അവിശ്വാസികൾ നമ്മളെ പിടിച്ചാലോ, നമ്മളുടെ ആ കാര്യം അവർ ചെയ്തു തരാനുള്ള കാര്യം നടന്നിട്ടില്ലെങ്കിലോ, നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും എല്ലാത്തിനും വേണ്ടി നമ്മളുടെ ദീന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എന്തിനാ പ്രൊട്ടക്ട് ചെയ്തത്? ഖുർആന്റെ കാരിയർ ആയിരുന്നു, ഹാമിലുൽ ഖുർആൻ അല്ലെ. ഖുർആൻ ഉണ്ടായിരുന്ന കയ്യിൽ വെച്ചിരുന്നത്, ആളുകളിലേക്ക് എത്തിച്ചിരുന്നത് ഡ്യൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാന്റെ സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഖുർആന്റെ ആളുകളെ, ഖുർആനെ ക്യാരി ചെയ്യുക, ഖുർആൻ ജീവിക്കുക, ഖുർആൻ ആളുകളിലേക്ക് എത്തിക്കുക, എല്ലാ സത്യസന്ധതയോടും കൂടി, അത് വേറെ ഒരു ഉദ്ദേശത്തോടും കൂടി അല്ലാതെ എല്ലാ ആത്മാർത്ഥതയോടും കൂടി, ഇഖ്ലാസോടും കൂടി അള്ളാഹ് നമ്മളെ സംരക്ഷിച്ചോളും. ആരൊക്കെ നമ്മളെ എതിർത്താലും അള്ളാഹ് സംരക്ഷിച്ചോളും. പക്ഷെ നമ്മളിത് മറന്നു പോവാണ് അല്ലെ. ഈ ഖുർആൻ നമ്മളെ കയ്യിൽ ഉള്ളപ്പോഴും നമ്മൾ വർഷത്തിൽ കണക്കില്ലാത്ത ഖതമുകൾ തീർക്കുന്നവരായിട്ടും അല്ലെ, ഖുർആന്റെ എല്ലാ പാരായണ റൂൾസും തിരിച്ചും മറിച്ചും അടുത്ത ലെവലിലും അതിന്റെ അടുത്ത ലെവലിലും ഒക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റും ഡിഗ്രിയും ഒക്കെ വാങ്ങിയിട്ടും ഹിഫ്ള് ചെയ്തിട്ടും തഫ്സീർ പഠിച്ചിട്ടും നമ്മളൊക്കെ പേടിച്ച് വിറയ്ക്കുകയാണ് ലോകത്തിന് മുമ്പിൽ. എന്തൊക്കെയോ സില്ലി ആയിട്ടുള്ള അവിശ്വാസികൾ പറയുന്ന പല ചിന്ന ചിന്ന ത്രെട്ടുകളുടെ മുമ്പിലൊക്കെ പേടിച്ച് വിറയ്ക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പേടിക്കുന്നത്? ഇത്രയും ഖുർആൻ നമ്മളെ കയ്യിലുണ്ടായിട്ട് നമ്മൾ ഇതിനെ, ഖുർആനകത്തുള്ള കാര്യത്തിനെ നമ്മൾ ഡിനൈ ചെയ്യുന്നവരാണ്, നിഷേധിക്കുന്നവരാണ്. നമ്മളുടെ ഖുർആൻ നമ്മളുടെ നാവിൽ മാത്രമേ ഉള്ളൂ. നമ്മളുടെ എല്ലാവരുടെയും, എന്റെയും നിന്റെയും നാവിൽ മാത്രമേ ഉള്ളൂ, ഹൃദയങ്ങളിലില്ല, ജീവിതത്തിലുള്ള, പ്രവൃത്തിയിലില്ല. കാരണം നമുക്ക് അറിയില്ല ഇതിനകത്ത് എന്താ ഉള്ളത്. നമ്മൾ വിചാരിച്ച് ഇതിനകത്ത് കുറെ സ്റ്റോറിയും ബനി ഇസ്രായേലിനെയും ആദ്യ സമൂഹത്തിനെയൊക്കെ അള്ളാഹു എന്താണ് കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളും കുറച്ച് കഥകളും ഒക്കെയാണ് ഉള്ളത്. പിന്നെ അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ 2-3 കാര്യങ്ങൾ പറയേണ്ടത്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിയൊന്നും നമുക്കുള്ളതല്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഖുർആൻ കാരിയേഴ്സ് ആവുന്നതിന്റെ സംരക്ഷണം നമുക്ക് കിട്ടാത്തത്, എല്ലാത്തിനും മുമ്പിൽ നമ്മൾ പേടിച്ച് വിറച്ചു പോണത്, അള്ളാഹുവിന്റെ കൽപ്പന എല്ലാവർക്കും വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മളെ നഫ്സിന് വേണ്ടിയിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഭംഗി നോക്കിയല്ലേ. ഇത്രയും മലായിക്കത്ത് ഉണ്ടായിട്ട്, മലായിക്കത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും എണ്ണിയാ തീരാത്ത മലായിക്കത്ത് ഉണ്ടായിട്ട്, അതിൽ നിന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സ്പെഷ്യലായിട്ട് എടുത്ത്, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ എപ്പോഴും അള്ളാഹു പ്രത്യേകം ആദരവോട് കൂടിയേ പറയുള്ളൂ അല്ലെ. റൂഹുൽ അമീൻ, ഖുദ്ദൂസ് അല്ലെ, എപ്പോഴും ഏറ്റവും സ്പെഷ്യൽ ആക്കിയിട്ടേ പറയുള്ളൂ. എന്താ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് മറ്റു മലായിക്കത്തിൽ നിന്നുള്ള പ്രത്യേകത? ഖുർആൻ കൺവേ ചെയ്യാന്ന് പറഞ്ഞ ഡ്യൂട്ടി ഇത്ര ഭംഗിയായിട്ട് നിർവഹിച്ചതുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ കയ്യിലുണ്ട് ഈ പറഞ്ഞ ഖുർആൻ അല്ലേ. എന്നിട്ട് അതിന്റെ ഒരു ഗുണവും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല. നമ്മൾ ആരും തുടങ്ങിയിട്ട് പോലും, നമ്മൾ വിചാരിച്ചത് നമ്മൾ മുത്തക്കിങ്ങളും മുഅ്മിനീങ്ങളും ആണ്, കാഫിറും ഫാസിഖും ഖാസിറും ഒക്കെ വേറെ ആരോ ആണ് അല്ലെ, ഫസാദ് ചെയ്യുന്നവരൊക്കെ വേറെ ആരോ ആണ്, നമ്മൾ മുത്തഖിയും മുഅ്മിനും ആണെന്ന്. പക്ഷെ നമുക്ക് ഇതിന്റെ ഒന്നും ഗുണം ഇന്ന് വരെ കിട്ടി തുടങ്ങിയിട്ട് പോലുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദി ഹദാന ലിഹാദാ നഹ്തദി ലൗലാ അൻ ഹദാന അല്ലാഹ്. ഇത്രയെങ്കിലും അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചല്ലോ അല്ലെ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ശത്രുത അല്ലെ അള്ളാഹു സുബ്ഹാനഹു തആലയോടും അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ അടുത്തും അള്ളാഹുവിന്റെ റസൂലുകളോടും ശത്രുത വെക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മലായിക്കത്ത്, അള്ളാഹുവിന്റെ റസൂല് അല്ലെ, അത് അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ ഏറ്റവും ബെസ്റ്റ് അടിമകളാണ്, അള്ളാഹുവിന്റെ ഫ്രണ്ട്സ് ആണ്, വലിയകളാണ്. ഒരാള് അള്ളാഹുവിനോട് അനുസരണ കാണിക്കുന്നവരാണെങ്കിൽ അവര് നമ്മളുടെ സ്നേഹമാണ് അർഹിക്കുന്നത്, വെറുപ്പല്ല. അവരിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അവര് നമ്മളുടെ സ്നേഹം മാത്രമേ അർഹിക്കുന്നുള്ളൂ. അവര് നമ്മളുടെ ശത്രുതയോ വെറുപ്പോ അർഹിക്കുന്നില്ല. അവരും നമ്മളും തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, ഡിഫറൻസസ് ഉണ്ടായിരിക്കാം പല കാര്യങ്ങളിലും. നമ്മൾ ചെയ്യുന്നത് അവർ ചെയ്യാത്തതും അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യാത്തതും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവർ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ അവർ അള്ളാഹുവിനെ എന്താണ് ഒബേ ചെയ്യുന്നവരാണെങ്കിൽ അവരോട് നമുക്ക് വെറുപ്പുണ്ടാവാൻ പാടില്ല.
നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും അവർ ചെയ്യുന്നുണ്ടായേക്കാം. സ്റ്റിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടണം. കാരണം അള്ളാഹുവിനോട് അനുസരണ കാണിക്കുന്ന ഒരാള്, അല്ലേ, അള്ളാഹുവിന്റെ ദീനിനോട് അനുസരണ കാണിക്കുന്ന ആളാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളോട് നമുക്ക് വെറുപ്പുണ്ടാവാൻ പാടില്ല. ഹദീസ് ഖുദ്സി, ഒരു ഖുദ്സി ആയിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. ആര് അള്ളാഹുവിന്റെ വലിയനെ, എന്റെ വലിയനെ ആര് എതിർക്കുന്നുവോ, എന്റെ ഒരു സുഹൃത്തിനെ, അല്ലെ, അള്ളാഹുവിന്റെ ഫ്രണ്ടാണ്, അള്ളാഹുവിന്റെ വലിയാണ്, ആര് എതിർക്കുന്നുവോ അവർക്കെതിരെ ഞാൻ ഹർബാണ്, അല്ലെ, യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ഒരു വലിയനെ ആരെങ്കിലും എതിർക്കുക, ആരെങ്കിലും വെറുക്കുക, അല്ലെ, അത് അള്ളാഹുവിന് യുദ്ധം പ്രഖ്യാപിച്ച പോലെയാണ്. അള്ളാഹുവിന്റെ വലിയ എന്ന് പറയുന്നത് എന്തോ എവിടേക്കോ എന്താണ് മലകളിലൊക്കെ പോയി സന്യസിക്കുന്ന ആൾക്കാരല്ല, കറാമത്തുകൾ കാണിച്ച് എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. അള്ളാഹുവിനോട് അനുസരണ കാണിക്കുന്ന, അള്ളാഹുവിനോട് തക്കവയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ വലിയകൾ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അവന്റെ ദീൻ കാരണം നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അള്ളാഹ് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് അള്ളാഹ്ക്കല്ലാണ്ട് വേറെ ആരെയും രക്ഷിക്കാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും അള്ളാഹുവിന്റെ വലിയകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته بكتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.